الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة المؤمنون أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم إني جزيتهم اليوم بما صبروا أنهم هم الفائزون ബഹുമാനമുള്ള മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ, മുത്തഖീങ്ങളായി തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ ഇഹ്സാനിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചത്. പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്ന ഒരു മനുഷ്യൻ അവനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ഇഹ്സാൻ പറയുന്നുണ്ട്. അത് ക്ഷമയാണ്, സബ്ർ. യൂസുഫ് അലൈഹിസ്സലാമിന്റെ കുറേ കാലഘട്ടത്തിലെ കാത്തിരിപ്പിന് ശേഷം തന്റെ സഹോദരന്മാര് തന്റെ അടുത്ത് വന്നപ്പോ അവര് യൂസുഫിനോട് ചോദിച്ചു, ഇന്നക അന്ത യൂസുഫ്, നീ തന്നെയാണോ യൂസുഫ്? പണ്ട് കിണറിൽ കൊണ്ടുപോയിട്ടതാണ്. അപ്പൊ യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു, ഖാല അന യൂസുഫു വഹാദാ അഖി, അതെ ഞാൻ യൂസുഫാണ്, ഇത് സഹോദരനാണ്. പിന്നെ പറഞ്ഞൊരു കാര്യം, ഇന്നഹു മൻ യത്തഖി വയസ്ബിർ, ഒരാള് തഖ്വയുള്ളവനായി ജീവിച്ചാൽ, വയസ്ബിർ ക്ഷമയുള്ളവനായിട്ട് ജീവിച്ചാൽ, ഫഇന്നല്ലാഹ ലാ യുളിഉ അജ്റൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങളുടെ ഇഹ്സാൻ ചെയ്യുന്നവരുടെ പ്രതിഫലം അല്ലാഹു നഷ്ടപ്പെടുത്തുകയില്ല എന്ന്. ഒരു മനുഷ്യൻ ചെയ്യുന്ന ഇഹ്സാനിൽപ്പെട്ടതാണ് തഖ്വ. തഖ്വയെപ്പറ്റി നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. അതേപോലെ തന്നെ സബ്ർ, ക്ഷമ എന്ന് പറയുന്നത്. തഫ്സീർ ഇബ്നു കസീർ റഹ്മഹുല്ലാ പറഞ്ഞത്, ഒരു ശരീരത്തിന്റെ തല പോലെയാണ് ഈമാനിലെ തഖ്വ എന്നാണ്. ഒരു ശരീരത്തിന്റെ തല എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുവോ, തലല്ലെങ്കിൽ ഒന്നുമില്ലല്ലോ, അതുപോലെ പ്രാധാന്യമാണ് ഈമാനിന്റെ സബ്ർ എന്നാണ്. സബ്ർ ഇല്ലെങ്കിൽ പിന്നെ ഈമാനില്ല എന്നല്ല. നമ്മൾ കേട്ടിട്ടുണ്ടാവും, അസ്സബ്ർ നിസ്ഫുൽ ഈമാൻ. ചില ഹദീസിലൊക്കെ ഉണ്ട്, ഈമാനിന്റെ പകുതിയാണ് സബ്ർ എന്ന്. ഒരു പകുതി സബ്ർ, ഒരു പകുതി ശുക്ർ എന്നാണ്. ഒരു പകുതി ശുക്ർ, ഒരു പകുതി സബ്ർ. ഖുർആനിൽ 4 തവണ സബ്ബാറുൻ ശകൂർ എന്ന് ഒന്നിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലികുല്ലി സബ്ബാരിൻ ശകൂർ. അങ്ങേയറ്റം ക്ഷമിക്കുന്നവർക്കും നന്ദി കാണിക്കുന്നവർക്കുമൊക്കെ ഇതില് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായും പറഞ്ഞത് കപ്പലിലെ സമുദ്രത്തിലെ യാത്രയുമായി അനുബന്ധിച്ചാണ്. കാരണം സ്വർഗത്തിലേക്കുള്ള ഒരു മാർഗം അതാണ്. തഖ്വ പോലെ തന്നെ പ്രധാനമാണ്. ഖുർആൻ അങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ സ്വർഗത്തിലേക്കുള്ള പ്രധാനപ്പെട്ട കർമ്മങ്ങളെ പറയുന്നതായി കാണാൻ സാധിക്കും. അതൊന്ന് തഖ്വയാണ്.
തഖ്വ പറഞ്ഞോടത്തൊക്കെ സ്വർഗമുണ്ട്. ആ സ്വർഗത്തിലെത്തുന്നതിനെ കുറിച്ച് വമ്പിച്ച വിജയം എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. എല്ലാവരും മരിക്കും, മരണത്തെ എല്ലാവരും രുചി നോക്കും. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. പ്രതിഫലം അന്ത്യനാളിൽ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തരും. ഫമൻ സുഹ്സിഹ അനിന്നാരി. നരകത്തിൽ നിന്നൊരാൾ രക്ഷപ്പെട്ടു, എന്നിട്ട് ഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിച്ചു. ഫഖദ് ഫാസ്, അവൻ വിജയിച്ചിരിക്കുന്നു എന്നതാണ്. വിജയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പൊ നമ്മളൊക്കെ വിജയം കാത്തിരിക്കാൻ, ഏത് സ്ഥാനാർത്ഥി വിജയിക്കും എന്ന് വലിയ ഹരത്തിൽ കാത്തിരിക്കാൻ. ഖുർആൻ പറയുന്ന ഏറ്റവും വലിയ ഫൗസുൽ അലീം എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ ഏറ്റവും വലിയ വിജയം സ്വർഗത്തിലെത്തലാണ്. ആ സ്വർഗത്തിലെത്തിയവരെ സംബന്ധിച്ച് ഖുർആൻ പറയുന്ന കമന്റ് ഞാൻ ഓതിയ ആയത്താണ്, സൂറത്ത് അൽ മുഅ്മിനൂനിലെ ആയത്താണ്. ഇന്നി ജസൈതുഹുമുൽ യൗമ ബിമാ സബറു. ഇന്ന് ഞാൻ അവർക്ക് പ്രതിഫലം കൊടുക്കുന്നത് ബിമാ സബറു എന്നാണ്, അവർ ക്ഷമിച്ച് ജീവിച്ചത് കൊണ്ടാണ്. അന്നഹും ഹുമുൽ ഫായിസൂൻ, അവർ ഏറ്റവും വലിയ വിജയികളായി എന്നതാണ് അവർക്ക് നാം നൽകുന്നത് എന്നാണ്. അതാണ് ഏറ്റവും വലിയ വിജയം. ദുനിയാവിലെ പരീക്ഷണത്തിലെ ഏറ്റവും വലിയ വിജയം നാളെ പരലോകത്ത് സ്വർഗത്തിലെത്തലാണ്. അവരേറ്റവും വലിയ വിജയികളായിരിക്കുമെന്ന് അവരെ ആരാണ് അനുമോദിക്കുന്നത്? മലക്കുകളാണ്. ഖുർആനിൽ പറയുന്നുണ്ട്, മലക്കുകൾ വന്നിട്ട് അവരെ അനുമോദിക്കും. എന്ത് പറഞ്ഞിട്ട്? സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ. സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സലാം, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് രക്ഷ, നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. ജയിച്ചോല്ല അഭിനന്ദിക്കൂലേ, അഭിവാദ്യം അർപ്പിക്കൂലേ? ഏറ്റവും വലിയ അഭിവാദ്യം അവിടെയാണ്. അവിടെ ചെന്ന് നമ്മളൊക്കെ സ്വർഗത്തിലിരിക്കുമ്പോ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മലക്കുകൾ വന്ന് അഭിനന്ദിക്കും, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് അഭിനന്ദനം. എന്താ കാരണം? നമ്മുടെ പ്രവർത്തനമാണ്. ബിമാ സബർതും, നിങ്ങൾ ക്ഷമിച്ചത് കൊണ്ട്. ഫനിഅമ ഉഖ്ബദ്ദാർ, നിങ്ങൾക്ക് കിട്ടിയ ഈ സ്ഥാനം എത്ര മനോഹരമാണ് എന്ന് മലക്കുകൾ പറയും എന്നാണ്. സ്വർഗത്തിലെ വിജയം ഏറ്റവും വലിയ വിജയം. അതുകൊണ്ട് തന്നെ ദുനിയാവിൽ അല്പമൊക്കെ, ഇത് ദുനിയാവാണ്, സ്വർഗമല്ല. നമ്മൾ ജീവിക്കുന്നത് ദുനിയാവിലാണ്. പ്രശ്നങ്ങളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, ദുഃഖങ്ങളുണ്ടാകും, കഷ്ടപ്പാടുകളുണ്ടാകും, പരീക്ഷണങ്ങളുണ്ടാകും. ഓരോ ദിവസവും മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഒരാളും ഒന്നിലും ശാശ്വതനല്ല. സ്വർഗത്തിൽ അങ്ങനെയല്ല. ആ സ്വർഗത്തിൽ എത്തണം. അപ്പൊ ദുനിയാവിൽ എന്ത് വേണം? ദുനിയാവിൽ ക്ഷമിക്കണം എന്നതാണ്. പ്രവാചകന്മാരൊക്കെ വലിയ വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയരായി. അവരൊക്കെ ക്ഷമിച്ചിട്ടുണ്ട്. ആലോചിച്ചു നോക്കൂ, ഖുർആൻ പറയുന്ന ഓരോ പ്രവാചകന്മാരെടുത്ത് പരിശോധിച്ചാൽ അവരൊക്കെ അങ്ങേയറ്റം ജീവിതത്തിൽ ക്ഷമ കൈക്കൊണ്ടവരാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അദ്ദേഹത്തെ സ്മരിക്കപ്പെടുന്ന കാലഘട്ടമാണ് ഇപ്പോ ഹജ്ജിന്റെ കാലഘട്ടം. എത്ര പ്രയാസങ്ങൾ സഹിച്ചു. നാടും വീടും വിട്ടു, മക്കളെ കൊണ്ടുപോയാക്കി. അതിലൊക്കെ വലിയത് തീക്കുണ്ടാരത്തിലിട്ടു. അവിടെയൊക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ക്ഷമിച്ചു എന്നതാണ്. അത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ക്ഷമയാണ്. മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം, സ്വന്തം പിതാവ് ബലിയറുക്കാൻ വേണ്ടി തയ്യാറായ മകൻ, ആ മകൻ അങ്ങേയറ്റം ക്ഷമിച്ചു. അദ്ദേഹം പറഞ്ഞു, യാ അബത്തി ഇഫ്അൽ മാ തുമർ, എന്താണോ കൽപ്പിക്കപ്പെട്ടത് അത് ചെയ്യുക. ഫഇന്നി ഇൻഷാ അല്ലാഹ് മിനസ് സാബിരീൻ, സതജിദുനി ഇൻഷാ അല്ലാഹ് മിനസ് സാബിരീൻ. ഞാൻ ക്ഷമിക്കുന്നത് വാപ്പാക്ക് അങ്ങോട്ട് കാണാന്നാണ്. എന്റെ ക്ഷമ വാപ്പാക്ക് കാണാം, വാപ്പ വിചാരിക്കുന്നത് ചെയ്യാം എന്ന് പറഞ്ഞ ഇസ്മായിൽ അലൈഹിസ്സലാം. അയ്യൂബ് നബി അലൈഹിസ്സലാം, രോഗം വന്നു. 16 കൊല്ലം രോഗത്തിൽ കടന്നു എന്നാണ്. 16 കൊല്ലം, ഒന്നും രണ്ടുമില്ല.
എല്ലാവരും ഒഴിവാക്കിപ്പോയി. രോഗം വന്ന് മണം ഉണ്ടായി, ചുറ്റുഭാഗമൊക്കെ മണമുണ്ടായി. അത്രയധികം ഒക്കെ നമ്മളിപ്പോഴും അനുഭവിക്കണം ചില സംഗതികളൊക്കെ. അത്രയധികം മണം വന്നിട്ട് പോലും എല്ലാവരും ഒഴിവാക്കിയിട്ട് പോലും ക്ഷമിച്ചു എന്ന്. അയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയൽ ദുർറു വഅൻത അർഹമുർ റഹീമീൻ. പക്ഷെ മനഃശക്തി കൈവിട്ടില്ല, നന്നായി ക്ഷമിച്ചു. ആ ക്ഷമയുടെ ഫലം അയ്യൂബ് നബിക്ക് കിട്ടി. ആരോഗ്യം വീണ്ടെടുത്തു. 16 കൊല്ലത്തിന് ശേഷം ആരോഗ്യം വീണ്ടെടുത്തു. ഖുർആനിനെ പറ്റി പറയുന്നുണ്ട്, ഇന്നാ വജദ്നാഹു സ്വാബിറാ, ഇന്നാ വജദ്നാഹു സ്വാബിറാ ഫനിഅമൽ അബ്ദ് ഇന്നഹു അവ്വാബ്. ആ ക്ഷമയെ അല്ലാഹ് പറഞ്ഞ കമന്റ്, ഇന്നാ വജദ്നാഹു സ്വാബിറാ. അങ്ങേയറ്റം ക്ഷമിച്ച ഒരു മനുഷ്യനെ ഞാൻ കണ്ടത് അയ്യൂബിനെയാണ്. 16 കൊല്ലത്തോളം രോഗം വന്ന് കിടപ്പിലായിട്ട് പിന്നെ ഒരു യുവ കോമളനായിട്ട് അതിനൊക്കെ മാറി വരിക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അതെന്തുകൊണ്ട്? ഇന്നാ വജദ്നാഹു സ്വാബിറ, അദ്ദേഹം വല്ലാതെ ക്ഷമിച്ചു. ഫനിഅമൽ അബ്ദ്, എന്തൊരു നല്ല അടിമ. ഇന്നഹു അവ്വാബ്, അങ്ങേയറ്റം പടച്ചതമ്പുരാനോട് പറഞ്ഞ് മനസ്സുരുകി പറഞ്ഞ് പ്രാർത്ഥിച്ച് ആരോടും ഒരാവലാതിയും അല്ലലും അലട്ടലും ഇല്ലാതെ ക്ഷമിച്ചു കഴിഞ്ഞു എന്ന് അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ പറ്റി പറയാണ്. ശുഐബ് നബി അലൈഹിസ്സലാം അദ്ദേഹം 10 കൊല്ലത്തോളം തന്റെ സ്ത്രീധനായ തന്റെ മഹർ എന്ന നിലയ്ക്ക്, മഹർ ആർക്കുള്ള മഹർ? ശുഐബ് നബി അലൈഹിസ്സലാം തന്റെ മൂസാ നബി അലൈഹിസ്സലാം ശുഐബ് നബി അലൈഹിസ്സലാമിന് വേണ്ടി പണിയെടുത്തു. 10 കൊല്ലം കൂലിപ്പണി ചെയ്തു. അദ്ദേഹത്തിന്റെ മകളെ കല്യാണം കഴിച്ചു. എത്ര ക്ഷമിച്ചിട്ടുണ്ടാവും? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എല്ലാ പ്രവാചകന്മാരും ബനു ഇസ്രായേലിൽ അല്ലാഹു തആല പ്രവാചകന്മാരെ നിയമിച്ചിട്ടുണ്ട്. വജഅൽനാഹും അഇമ്മത്തൻ യഹ്ദൂന ബിഅംരിനാ ലമ്മാ സബറു വകാനൂ ബിആയാതിനാ യുഖിനൂൻ. സൂറത്തു സജ്ദയിൽ സുബ്ഹിക്ക് നമ്മൾ കേൾക്കാവുന്ന ആയത്താണ്. വജഅൽനാഹും അഇമ്മ, ഞാൻ ബനു ഇസ്രായേലിനെ നേതാക്കന്മാരുണ്ടായി. ബനു ഇസ്രായേലിന് പ്രവാചകന്മാരുണ്ടായി, ത്വാലൂത്ത് പോലെയുള്ള രാജാക്കന്മാരുണ്ടായി. എന്തുകൊണ്ട് ബനു ഇസ്രായേലിനെ തെരഞ്ഞെടുത്തു? ലമ്മാ സബറു വജഅൽനാഹും അഇമ്മത്തൻ യഹ്ദൂന ബിഅംരിനാ. നമ്മുടെ കാര്യം പ്രബോധനം ചെയ്യാൻ, ആളുകളെ നന്മയിലേക്ക് നയിക്കാൻ അതിന് പറ്റിയ ക്ഷമയുള്ള ക്ഷമാശാലുക്കളായ ആളുകളെ ഉണ്ടായി എന്ന്. അവരിൽ ലമ്മാ സബറു, അവർ ക്ഷമിച്ചപ്പോഴാണ് അവരിൽ നിന്ന് നേതാക്കന്മാരുണ്ടായത് എന്നാണ്. നേതാക്കന്മാർക്ക് വേണ്ട ഏറ്റവും വലിയൊരു സ്വഭാവം എന്തെങ്കിലും പറയുമ്പോൾ ചൂടാകലല്ല, ക്ഷമിക്കലാണ്, ക്ഷമയാണ്. അപ്പോ നല്ല ക്ഷമയുണ്ടായത് കൊണ്ട് അവരൊക്കെ നേതാക്കന്മാരാക്കി. ഖുർആനില് ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട് ഫസ്ബിർ വസ്ബിർ എന്ന് പറഞ്ഞുകൊണ്ട് 103-ലധികം സ്ഥലങ്ങളിൽ പരിശുദ്ധ ഖുർആൻ ക്ഷമയെ പറ്റി സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ക്ഷമിച്ചെങ്കിലേ നേതാവാകൂ, ക്ഷമിച്ചെങ്കിലേ അധികാരമുണ്ടാകൂ, ക്ഷമിച്ചെങ്കിലേ നമ്മുടെ നാട്ടിൽ ദുനിയാവിൽ വിജയമുണ്ടാകൂ, ക്ഷമിച്ചെങ്കിലേ ആഖിറത്തിൽ വിജയമുണ്ടാകൂ എന്ന് ക്ഷമ ശരിക്കും പഠിപ്പിക്കാൻ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. പല ജാതി പരീക്ഷണങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനു ബിസ്സുബ്രി വസ്സലാ ഇന്നല്ലാഹ മഅസ്സാബിരീൻ. ക്ഷമാലുക്കളോടുകൂടെ പടച്ചോനുണ്ട് എന്നാണ്. ഇന്നല്ലാഹ യുഹിബ്ബുസ്സാബിരീൻ. അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നത് ക്ഷമാലുക്കളെയാണ് എന്നാണ്, ക്ഷമിക്കുന്നവരെയാണ് അല്ലാഹു ഇഷ്ടപ്പെടുന്നത് എന്ന്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലാഹു തആല നമുക്ക് തരുന്ന ഖൈറും നമുക്ക് തരുന്ന ശർറും എല്ലാം പരീക്ഷണമാണ്. വനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന. ഖൈർ പരീക്ഷണമാണ്, ശർറും പരീക്ഷണമാണ്. നമ്മളൊക്കെ വിചാരിക്കുന്നത് ശർറ് മാത്രമേ പരീക്ഷണമുള്ളൂ എന്നാണ്. നോക്കൂ, ചിലപ്പോൾ നമ്മുടെ മക്കള് പരീക്ഷണമാകും. ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. നിങ്ങളുടെ സമ്പത്ത് പരീക്ഷണമാകും, നിങ്ങളുടെ അധികാരം പരീക്ഷണമാകും, നിങ്ങളുടെ വിജയം അത് പരീക്ഷണമാകും. നല്ലത് എന്ന് നമ്മൾ പറയുന്നതൊക്കെ പടച്ചവൻ പറയുന്നവനും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന. നിങ്ങളെ പരീക്ഷിക്കും, ശർറ് കൊണ്ട് പരീക്ഷിക്കും, ഖൈർ കൊണ്ടും പരീക്ഷിക്കും എന്നാണ്. അപ്പൊ അതൊക്കെ പരീക്ഷണമായിരിക്കും. എന്നിട്ട് പറയാ വസ്തഈനു ബിസ്സുബ്രി വസ്സലാ ഇന്നല്ലാഹ മഅസ്സാബിരീൻ. നിങ്ങൾ ക്ഷമ കൊണ്ട് അള്ളാഹുവിനോട് സഹായം തേടുക.
ഏത് പ്രതിസന്ധി വന്നാലും ക്ഷമ തരണേ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. നിസ്കാരം ഒരു വല്ലാത്ത സമാധാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും മാനസികമായിട്ട് ഏതെങ്കിലും നിലയ്ക്ക് നമുക്കതൊന്നും അറിയില്ല, മാനസികമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം നബിക്കുണ്ടായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലസ്സലാ, നിസ്കാരത്തിലേക്ക് പോകുന്നു, നിസ്കരിക്കും. പ്രയാസകരമായ ഒരു സംഗതി ഉണ്ടാവും. ഒരു ചരിത്രമുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു യാത്ര പോകും. അദ്ദേഹത്തിന് ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. ചരിത്രം പറയുന്നത് ആ സഹോദരനെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തന്റെ മകനേക്കാൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നാണ്. ചില അങ്ങനെ ഉണ്ടാവും, സഹോദരന്മാര് തമ്മിൽ വലിയ ഇഷ്ടമുണ്ട്. ഈ സഹോദരൻ മരിച്ചു എന്ന വിവരം കിട്ടി. യാത്ര പോകും. ഉടനെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു 2 റക്അത്ത് നിസ്കരിച്ചു. മുത്തലഖായ നിസ്കാരം എപ്പോഴും നിസ്കരിക്കും. 2 റക്അത്ത് നിസ്കരിച്ചു. എന്നിട്ട് പ്രാർത്ഥിച്ചു, ഇസ്തിർജാ ചൊല്ലി പ്രാർത്ഥിച്ചു. എന്നിട്ട് ഈ ആയത്ത് ഓതി, അൽ ബഖറയിലെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനുസ്തഈനൂ ബിസ്സുബ്രി വസ്സലാ. നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടാകുമ്പോ നിങ്ങൾ നന്നായി ക്ഷമിക്കുക, നിസ്കരിക്കുക എന്നായത്ത്. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അല്ലാഹു തആല ക്ഷമാലുക്കളോട് കൂടെയാണ്. തൊട്ടടുത്ത് പറയാം, വലനബലുവന്നക്കും, നിങ്ങളെ പരീക്ഷിക്കും. ഏതെല്ലാം തരത്തിൽ പരീക്ഷിക്കും? ബിശൈഇൻ മിനൽ ഖൗഫ്, പേടി, അതൊരു പരീക്ഷണമാണ്. എല്ലാ നിലക്കും പടച്ചോനെ ഭാവിയിൽ വരുന്ന കാര്യങ്ങളാണ്, ഇനി എന്ത് സംഭവിക്കും എന്നതൊരു പേടിയാണ്. പലർക്കും പേടി ഉണ്ടാവും, ടെൻഷൻ ഉണ്ടാവും. ചിലർ കുഴഞ്ഞു വീട് മരിക്കുന്നുണ്ട് ചെറിയ കാര്യങ്ങൾ ആലോചിച്ചിട്ട്, അല്ലേ? അപ്പോ ഭാവിയിൽ വരുന്ന പേടി, വിശപ്പ്, ദാരിദ്ര്യം, പട്ടിണി കുറെയൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്, അല്ലെ? ഗ്യാസ് തീർന്നപ്പോ പല ഹോട്ടലുകളും ഭക്ഷണം ഇല്ലാതായി, ചായ കിട്ടാതായി, ഗ്യാസ് ഇല്ല, ദോശ ഇല്ലാതായി, അല്ലെ? അതൊക്കെ ഹോട്ടലുകളിലൊക്കെ പല സംഭവങ്ങളും നടന്നു. ഖുർആൻ പറയാ, വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്, പേടിണ്ടായി, വൽജൂ, നമ്മൾ കേട്ടതാ പലപ്പോഴും. പക്ഷേ എപ്പോഴും തോന്നുന്നു നമുക്ക് ഈ ആയത്ത് പറഞ്ഞതാണോ? വനഖ്സിം മിനൽ അംവാൽ, സമ്പത്ത് നഷ്ടപ്പെട്ടു, വൽ അൻഫുസ്, ശരീരങ്ങൾ നഷ്ടപ്പെടും, വസ്സമറാത്ത്, ഫലങ്ങൾ നഷ്ടപ്പെടും, ഫലങ്ങൾ ഉണ്ടാകൂല, ക്ഷേമമുണ്ടാകൂല, നാട്ടിലൊക്കെ പിന്നെ ക്ഷാമം പിടിപെടും, ആകെ പ്രയാസപ്പെടും. വബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്തെങ്കിലുമൊക്കെ ഒരു മുസീബത്ത് സംഭവിച്ചാൽ സഹാബികൾ പറയാ, നമ്മളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളോട്, സ്കൂളിൽ നിന്നൊക്കെ കുട്ടികൾ വന്നിട്ട് ഓൾക്ക് സുഖമില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്നാലില്ലായി വൈന്നായില്ല, അല്ലെ ഓള് വീണു എന്നൊക്കെ പറയുമ്പോൾ കുട്ടികളും ആൺകുട്ടികളൊക്കെ വന്ന് പറയും ഓള് വീണു അല്ലെങ്കിൽ ഓൻ വീണു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്നാലില്ലായി വൈന്നായി മരിച്ചിട്ടൊന്നുമില്ല മാഷേ എന്നറിയും. നമ്മൾ വിചാരിക്കുന്നത് മരിക്കുമ്പോ ചെല്ലാനുള്ളതാണ്. അല്ല, വിളക്ക് കെട്ടാൽ, ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ ഇസ്തിർജാ എന്ന് അതിന് പറയും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അവര് പറയുന്നു. അങ്ങനെ പറഞ്ഞാൽ ഉലൈക അലൈഹിം സലവാത്തും മിർ റബ്ബിഹിം റഹ്മ, റബ്ബിന്റെ ഒരു മഹത്വമുണ്ടാകും. നിസ്സാരവൽക്കരിക്കണ്ട, വലിയൊരു കാര്യമാണ്, വലിയൊരു മനസ്സമാധാനമാണ്. മരിച്ചാലും പറയാം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പോരാ, അല്ലാഹുമ്മ ഉജ്ർനി ഫീ മുസീബതി വ അഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ, അല്ലാഹുവേ ഈ മുസീബത്തിൽ എനിക്ക് പ്രതിഫലം തരണം, ഇതിനേക്കാൾ നല്ലത് എനിക്ക് തരണം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. എന്നാലും ഒന്നും കൂടെ ഓർക്കാം. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ, ഉമ്മു സലമ അബൂ സലമ അവരുടെ ഭർത്താവാണ്. അബൂ സലമ മരണപ്പെട്ടു. ഈ വിവരം പറഞ്ഞപ്പോ ഇതാണ് പറഞ്ഞത്, ഈ ആയത്തോതിയിട്ട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇസ്തിർജാ നടത്തണം. ഒരു മുസീബത്ത് ഉണ്ടാകുമ്പോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുകയും, ഇന്നാ ലില്ലാഹ് ഞങ്ങളൊക്കെ, ഇന്നനാ ഇബാദുൽ ലില്ലാഹ് എന്നാണ് അതിന്റെ അർത്ഥം. ഞങ്ങളൊക്കെ അള്ളാന്റെ അടിമകളാണ്. വ ഇന്നാ ഇലൈഹി റാജിഊൻ ഞങ്ങളൊക്കെ അവരിലേക്ക് മടങ്ങിപ്പോകാനുള്ളതാണ് എന്ന് പറഞ്ഞ് അല്ലാഹുമ്മ ഉജ്ർനി ഫീ മുസീബതി, പടച്ചവനെ ഈ മുസീബത്തിൽ എനിക്ക് പ്രതിഫലം തരുകയും വ അഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ ഇതിനേക്കാൾ നല്ലത് തരികയും വേണേ എന്നാണ്. മുസ്ലിം പറയാ, വല്ലാത്തൊരു തമാശയായിട്ട് എനിക്ക് തോന്നിയെന്ന് മുസ്ലിം പറഞ്ഞു. ആദ്യമൊക്കെ കേട്ട ഒരു സുഖമല്ലല്ലോ, കാരണം ഭർത്താവ് മരിച്ചു, അത്ര നല്ല ഭർത്താവാണ്,
ഇനിയിപ്പൊ അതിലേക്കേറെ ഖൈറ് ഇനി എന്ത് കിട്ടാനാണ് ഞാൻ വിചാരിച്ചു എന്നാണ്. പിന്നെ ഉണ്ടായത് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചു എന്നാണ്. കിട്ടുക കണ്ടില്ലേ, അങ്ങനെ കിട്ടും ദുനിയാവിൽ നിന്ന്. ഒരു കാര്യത്തിൽ നമ്മൾ ക്ഷമിച്ചാൽ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിന്റെ അപ്പുറം പടച്ച തമ്പുരാൻ പ്രതിഫലം തരുമെന്നാണ് ഖുർആനിൽ പറയുന്നുണ്ട്. ഫീ അംവാലികും വഅൻഫുസികും, നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളെ പരീക്ഷിക്കും, നിങ്ങളുടെ സമ്പത്തിൽ നിങ്ങളെ പരീക്ഷിക്കും. വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ വമിനല്ലദീന അശ്റകൂ അദൻ കസീറാ, അഹ്ലി കിതാബിൽ നിന്ന്, ജൂതന്മാരിൽ നിന്ന് നിങ്ങൾ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരും, പീഡന വാർത്തകൾ നിങ്ങൾ കേൾക്കേണ്ടി വരും. മുശ്രിക്കീങ്ങളിൽ നിന്ന് നിങ്ങൾ പീഡന വാർത്തകൾ കേൾക്കേണ്ടി വരും. ആലോചിച്ച് നോക്കൂ, വെറുതെ പരിഹാസം. അള്ളാഹുവിനെ മാത്രം വിശ്വസിക്കുന്നു, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നു, അള്ളാഹുവിനല്ലാതെ മറ്റാരോടും പ്രാർത്ഥിക്കുന്നില്ല, എല്ലാ കാര്യങ്ങളും അള്ളാഹിനെ ഏൽപ്പിക്കുന്നു, അള്ളാഹിന്റെ മാർഗത്തിൽ ക്ഷമിക്കുന്നു എന്നതിന്റെ പേരിൽ മാത്രം എത്ര ശിർക്കുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആളുകളാണ് മുവഹിദീങ്ങളായ തൗഹീദിന്റെ ആളുകളെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ ജൂതന്മാര് മുഖേന എന്തെല്ലാം ഫിത്നകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഖുർആൻ പറയാ, വഇൻ തസ്ബിറൂ വതത്തഖൂ ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. വഇൻ തസ്ബിറൂ, നിങ്ങൾ ക്ഷമിച്ചാൽ, വതത്തഖൂ, നിങ്ങൾ തഖ്വയുള്ളവരായാൽ, ഞാൻ പറഞ്ഞില്ലേ ക്ഷമയും തഖ്വയും, ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, അതാണ് ശരിയായ മാനസിക ആരോഗ്യം എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അത് അസ്മുൽ ഉമൂറാണ്, അത് വല്ലാത്തൊരു മാനസികമായ ബലമാണ് എന്നാണ്. ക്ഷമ അതെല്ലാരെ കൊണ്ടും കഴിയില്ല, അതെല്ലാവരെ കൊണ്ടും കഴിയില്ല. യാ അയ്യുഹല്ലദീന ആമനു സ്ബിറൂ വസാബിറൂ, നിങ്ങൾ ക്ഷമിക്കുക, അല്ല ക്ഷമയെ നന്നായി ക്ഷമിക്കുക. സ്ബിറൂ, നിങ്ങൾ ക്ഷമിക്കുക. വസാബിറൂ, രണ്ടും ഒരേപോലെ തന്നെയാണ്. നന്നായി ക്ഷമിക്കുക, ക്ഷമയിലൂടെ മുന്നേറുക. വറാബിതു വഫ്അലുൽ ഖൈർ, നല്ലത് ചെയ്യാ, ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കും. പരിശുദ്ധ ഖുർആൻ പറയാം. അപ്പോൾ ക്ഷമയാണ് ഏറ്റവും പ്രധാനം. ഏത് രംഗത്തും ക്ഷമയോടുകൂടി മുന്നേറുക. എന്താ ക്ഷമ എന്ന് പറഞ്ഞാൽ? ഒരു പ്രശ്നം വരുമ്പോ അദ്മുൽ ജസ്ഇ ഫിൽ ഇബ്തിലാഇ വൽ ഉമൂരി എന്നാണ് അതിനെപ്പറ്റി അറബിയിൽ പറയാം. അതിന്റെ ഡെഫിനിഷൻ, അതിന്റെ നിർവചനം. ഒരു പ്രശ്നം വരുമ്പോ വെപ്രാളപ്പെടാതിരിക്കുക, അതാണ് ക്ഷമ എന്ന് പറഞ്ഞാൽ. അതിന്റെ ഡെഫിനിഷൻ, നിർവചനം അങ്ങനെയാണ്. ഖുർആൻ പിന്നെ ഹദീസിലും കാണാം, അജബൻ ലി അംരിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം വല്ലാത്തൊരു അത്ഭുതം. വലൈസ ദാലിക ഇല്ലാ ലി മുഅ്മിനി, മുഅ്മിനീൻ അല്ലാതെ ഉണ്ടാവൂല. ആലോചിച്ച് നോക്കൂ, ഒരാൾക്കും കിട്ടൂല. മറ്റുള്ള ദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ, എല്ലാ വിഗ്രഹങ്ങളെയും പ്രീതിപ്പെടുത്താൻ, എല്ലാരെയും പ്രീതിപ്പെടുത്താൻ അന്നും കഴിയില്ല. ഒരൊറ്റ പടച്ചതമ്പുരാൻ, ആ പടച്ചതമ്പുരാനെ മാത്രം ആരാധിക്കുക, ആ പടച്ചതമ്പുരാനിൽ സർവസ്വം ഏൽപ്പിക്കുക. അതിന് മനസ്സ് നൽകുന്ന ഒരു സുഖം, ഒരു അനുഭൂതി, അത് വല്ലാത്തൊരു അനുഭൂതിയാണ്. അപ്പൊ അതിൽ പറയാ, വലൈസ ദാലിക ഇല്ലാ ലി മുഅ്മിൻ, അത് മുഅ്മിനിനല്ലാതെ ഉണ്ടാവില്ല. എന്താ സംഭവം? ഇന്നസാബതുഹു സറാഅ ശക്കറ ഫഹുവ ഖൈറുൽ ലഹു, ഒരു നല്ല കാര്യം അവന് സംഭവിച്ചാൽ അവൻ നന്ദി ചെയ്യും, അത് അവന് ഖൈറാൻ. ഒരു നല്ല കാര്യം സംഭവിച്ചാൽ നന്ദി ചെയ്യും. നന്ദിയുടെ സുജൂദൊക്കെ ഉണ്ട്, അതിന് ഒളു വേണ്ട എന്ന് വരെ പണ്ഡിതന്മാർ പറഞ്ഞു. ഒരു നല്ല കാര്യം കിട്ടുമ്പോ ഉടനെ നന്ദി ചെയ്യാം, അള്ളാഹിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാം, ഒറ്റ സുജൂദ്. അതിലാണ് സജദ വജ്ഹിഹി ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന ആ പ്രാർത്ഥന പഠിപ്പിച്ചത് ആ നന്ദിയുടെ സുജൂദിലാണ്. ഒറ്റ സുജൂദേ ഉള്ളൂ, ഒരു സുജൂദേ ഉള്ളൂ. സുജൂദ് ചെയ്യാം. കണ്ടിട്ടില്ലേ? പിന്നെ ഒരിക്കൽ ഞാൻ കണ്ടു, ഒരു ഫുട്ബോൾ കളിയില് പിന്നെ ഗോൾ അടിച്ചപ്പോ സുജൂദിൽ വീണുണ്ട്. നമ്മളൊക്കെ അത് വഴലോട്ട് പരിചയമുള്ളൂ, ആർക്കും പ്രാക്ടിക്കലാക്കി പരിചയമില്ല. പല രാജ്യത്തുള്ള ആളുകളും പലരും അങ്ങനെയൊക്കെയാണ്. ഒരു സംഗതി കിട്ടുമ്പോ, സംഗതി സന്തോഷമറിഞ്ഞാൽ ഉടനെ തന്നെ സുജൂദിൽ വീഴാം. നന്ദി, അതവന് ഖൈറാണ് എന്നാണ്, അതവന് ഖൈറാണ്. വഇൻ നസാബതുഹു ളറാഅ സ്വബറ ഫഹുവ ഖൈറുൽ ലഹു, ഇനി പ്രയാസകരമായ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ക്ഷമിക്കുക, സ്വബറ ഫഹുവ ഖൈറുൽ ലഹു, അതും ഖൈറാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയാ, വലൈസ ദാലിക ഇല്ലാ ലി മുഅ്മിൻ, അത് മുഅ്മിനിനല്ലാതെ മറ്റാർക്കും കിട്ടൂല. അപ്പോ ക്ഷമ എന്നതിന്റെ പ്രതിഫലം അത് ശരിക്കും ആസ്വദിക്കണമെങ്കിൽ പടച്ചതമ്പുരാനുള്ള വിശ്വാസം പൂർണ്ണമാവണം. അത് മനസ്സിന് വല്ലാത്തൊരു സമാധാനമാണ്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, റബ്ബിനെ സൂക്ഷിച്ചാൽ പ്രശ്നത്തിനൊക്കെ പരിഹാരം ഉണ്ടാകും. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ
ഹസ്ബുഹു, അത് അള്ളാഹിനെ ഏൽപ്പിച്ചാൽ അത് മദീന. നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ പറയും അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത, പടച്ചോനെ നീ തന്നത് തടയാൻ ആരുമില്ല, വലാ മുഅ്തി ലിമാ മനഅത, നീ തടഞ്ഞത് തരാനും ആരുമില്ല എന്നാണ്. അതാണ് വിശ്വാസം. അല്ല തന്നത് അല്ല തരാൻ വിചാരിച്ച ലോകത്താര് വിചാരിച്ചാലും അത് തടയാൻ കഴിയില്ല. വെറുതെ പിന്നെ നമ്മൾ വെപ്രാളപ്പെട്ട എന്താ കാര്യം? അല്ല തന്നാൽ ലോകത്താര് വിചാരിച്ചാലും അത് തടയാനും കഴിയില്ല. അതല്ലേ അള്ളാഹിനോട് നമ്മൾ പറയണത്, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തി ലിമാ മനഅത, നീ തടഞ്ഞത് തരാനും നീ തന്നത് തടയാനും ആരുമില്ല പടച്ചോനേതാ. അതാണ് വിശ്വാസം, അതാണ് ക്ഷമ. അപ്പോ എല്ലാ ലോകത്ത് കയറുന്ന എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ അത് പരീക്ഷണമായി വരാം, ചിലപ്പം അത് നമുക്ക് ക്ഷമ പരീക്ഷിക്കാൻ വേണ്ടിയായിരിക്കാം. പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞത് 3 തരത്തിലുള്ള ക്ഷമയുണ്ട്. ഇത് 3 നമ്മൾ മനസ്സിലാക്കുക. ഒന്ന് അസ്സബ്റു അല ത്വാഅ, ആരാധനയ്ക്ക് വേണ്ടി ക്ഷമിക്കുക. വെള്ളിയാഴ്ച അതൊരു ആരാധനയാണ്, ഖുതുബ ഒരാരാധനയാണ്. അതുള്ള സമയത്ത് നേരത്തെ വന്നിട്ട് അതൊക്കെ കേൾക്കാനൊന്ന് ഒതുങ്ങിയിരുന്നിട്ട് അതൊക്കെ ഒന്ന് കേൾക്കുക. നമുക്കിത് എന്തെങ്കിലുമൊക്കെ മാനസികമായിട്ട് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നതൊക്കെ ഉൾക്കൊള്ളുക. ഇനി ഒന്നും ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിലും അതൊരു ഇബാദത്താന്നുള്ള നിലക്ക് ഒന്നും വേറെ പ്രശ്നങ്ങളിലൊന്നും ഏർപ്പെടാൻ പാടില്ല, കളിക്കാൻ പാടില്ല. ഒരാൾ സംസാരിക്കുമ്പോൾ അവനോട് സംസാരിക്കരുതേ എന്ന് പറയാൻ പാടില്ല, മൊബൈൽ നോക്കാൻ പാടില്ല. മണല് ചെരൽ കല്ല് കൊണ്ട് കളിച്ചാൽ അവൻ പിഴച്ചുപോയി. ഖുതുബ നടത്തുന്ന സമയത്ത് നമ്മളുണ്ടല്ലോ, വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോ നഖങ്ങനെ മുറിച്ചെടുക്കുക, കാലും അങ്ങനെ മാന്തുക, അങ്ങനെ ഓരോ പണികൾ ആവശ്യമില്ലാത്തതൊക്കെ നമ്മൾ അറിയാതെ ചെയ്യണ പല കാര്യങ്ങളുണ്ട്. നമ്മൾ അറിയാതെ ചില കാര്യങ്ങളൊക്കെ ചെയ്യും. അതുകൊണ്ട് അത് പോരാ, ശ്രദ്ധിച്ചിരിക്കണം. അതൊരു ഇബാദത്താണ്. നിസ്കാരം അത് നിസ്കരിക്കണത് ഒതുങ്ങി അടങ്ങി നിസ്കരിക്കുക, അതിന് വേണ്ട സമയം നമ്മൾ ചെലവഴിക്കുക. നോമ്പ് അതിന് ക്ഷമിക്കുക. ഹജ്ജിന് പോകും, പ്രയാസങ്ങൾ ഉണ്ടാവും, ക്ഷമിക്കുക. അതാണ് അസ്സബ്റു അല ത്വാഅ. നമ്മൾ എപ്പോഴും ഓതാറുണ്ടല്ലോ അൽ-കഹ്ഫില്, വസ്ബിർ നഫ്സക്, നീ നിന്റെ മനസ്സിനെ ക്ഷമ കൈക്കൊള്ളുന്ന മനസ്സാക്കി മാറണം. മഅല്ലദീന യദ്ഊന റബ്ബഹും, റബ്ബിനോട് പ്രാർത്ഥിക്കുന്നവരോട് കൂടെ, ബിൽ ഗദാത്തി വൽ അശീ, രാവിലെയും വൈകുന്നേരവും, യുരീദൂന വജ്ഹഹു, അവന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട്, വലാ തഉദ് ഐനാക അൻഹും തുരീദു സീനത്തുൽ ഹയാത്തിദ് ദുനിയാ, ഐഹികമായ ജീവിതം ഉദ്ദേശിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് നീ മാറി നിൽക്കരുത്. എത്ര കൃത്യമായിട്ടാ പറഞ്ഞത്. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശീ യുരീദൂന വജ്ഹഹു വലാ തഉദു ഐനാക അൻഹും തുരീദു സീനത്തുൽ ഹയാത്തിദ് ദുനിയാ വലാ തഗ്ഫൽ, നമ്മുടെ ഖൽബ് അശ്രദ്ധരായവരുടെ കൂടെ നീ നിൽക്കരുത്. വളരെ വ്യക്തമായിട്ട് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചതാണ്. വഅ്മുർ അഹ്ലക ബിസ്സലാ, നിന്റെ കുടുംബത്തിനോട് നീ നിസ്കരിക്കാൻ പറയണം. പള്ളി പോകുമ്പോ വീട്ടുകാർ ഉറങ്ങാതെ പതുക്കെ നീച്ച് വാതിലടച്ച് പൂട്ടിയിട്ട് പുറത്തേക്ക് പൂട്ടി പോകല്ല. എന്താ വേണ്ടത്? വഅ്മുർ അഹ്ലക ബിസ്സലാ, നിന്റെ കുടുംബത്തിലുള്ളവരെ നിസ്കാരത്തിന് വേണ്ടി കൽപ്പിക്കണം. പോരാ, വസ്തബിർ അലൈഹാ, ക്ഷമിക്കണം. ഇതിനകത്ത് 3 ചെക്കന്മാര് കടന്നുറങ്ങുണ്ടാവും. ഓലെ വിളിച്ചാൽ ചിലപ്പം വിവരം അറിയും. അപ്പൊ വാപ്പ പേടിച്ചിട്ട് പതുക്കെ പൂട്ടി പോകല്ല, ഓലെ വിളിക്കണം. വസ്തബിർ അലൈഹാ, അവന് വേറെ പണിയുണ്ട് പറഞ്ഞാൽ ക്ഷമിക്കുക. അതിലെന്ത് വന്നാലും ക്ഷമിക്കുക. കുടുംബത്തിനെ വിളിച്ചുണർത്തുക, ക്ഷമിക്കുക. അപ്പൊ ഇബാദത്തിന് ത്വാഅത്തിന് വേണ്ടി അതിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ ക്ഷമിക്കുക. ഒന്നാമത്തെ ക്ഷമ അതാണ്. രണ്ടാമത്തേത് അസ്സബ്റു അലൽ മഅസിയ, തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് ക്ഷമിക്കുക. ഏത് സമയവും സന്ദർഭവും ഒത്തുകിട്ടിയാലും തന്റെ മനസ്സിനെ പടച്ച തമ്പുരാനിൽ ഉറപ്പിച്ചു നിർത്തുക. ആലോചിച്ചു നോക്കൂ, യൂസുഫ് അലൈഹി, അദ്ദേഹം മുഹ്സിനാണ്, അദ്ദേഹത്തിന്റെ ഇഹ്സാനാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. സന്ദർഭം ഒത്തുകിട്ടി. കാലത്ത് ഖുർആൻ പറയാം, വാതിലടച്ചു. വ്യഭിചാരത്തിന് എല്ലാ ചാൻസും കിട്ടി. കാലത്ത് ഹൈത്തലക്, അവൾ വിളിച്ചു, വാ എന്ന് പറഞ്ഞ് അവൾ വിളിച്ചു, വാതിലടച്ചു. എന്തേ യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞത്? ഖാല മഅദല്ലാഹ്, അല്ലാഹുവിൽ ഭയം. ഇന്നഹു റബ്ബി അഹ്സന മസ്വാ ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ. എന്റെ റബ്ബ് എനിക്കിവിടെ താമസിക്കാനുള്ള നല്ല, കുട്ടികളെ ഭാഷയെ പറഞ്ഞ അടിപൊളി സൗകര്യം ചെയ്തു തന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ വഞ്ചകനാകാൻ പാടില്ല, അക്രമികൾ വിജയിക്കുകയില്ല. ക്ഷമിച്ചു.
ക്ഷമിച്ചു. ഖുർആൻ പറയുന്നുണ്ട്, ലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹാ ലൗലാ അൻ റആ ബുർഹാന റബ്ബി. റബ്ബിന്റെ ഒരു ദൃഷ്ടാന്തം ഈ ക്ഷമയാൻ, തഖ്വയാൻ. അതുപോലെ തന്നെ വാപ്പാനെ സ്വപ്നം കണ്ടതുപോലെ കണ്ടതാണ് യാക്കൂബ് നബിയെ. അതുകൊണ്ട് ലൗലാ അൻ റആ ബുർഹാന റബ്ബി, അദ്ദേഹം അവിടെ തെറ്റിൽ വീഴുമായിരുന്നു എന്ന് വരെ ഖുർആൻ അതിനെക്കുറിച്ച് അടിക്കുറിപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മഅദല്ലാഹ്, തെറ്റിൽ നിന്ന് ക്ഷമിക്കുക. ഏതു നിലക്ക് സൗകര്യം കിട്ടിയാലും തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ ക്ഷമിക്കുക. ക്ഷമിച്ചുകൊണ്ട് ഈ തെറ്റ് ഞാൻ ചെയ്യില്ല എന്ന് ക്ഷമിച്ചുകൊണ്ട് മാറുക എന്നതാണ്. മൂന്നാമത്തത് അസ്സബ്റു അലൽ അഖ്ദാർ, അല്ലാഹുവിന്റെ ഖളാ ഖദറിൽ ക്ഷമിക്കുക. നബി തങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന് വിധേയായ വ്യക്തി ലോകത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആലോചിച്ച് നോക്കൂ, ജനിക്കുമ്പോ വാപ്പല്ല, 6 വയസ്സായപ്പോ ഉമ്മ മരിച്ചു. തന്റെ മക്കള് 7 കുട്ടികളിൽ 6 കുട്ടികളും തന്റെ ജീവിതകാലത്ത് മരണപ്പെട്ടു. തനിക്ക് അവലംബമായിരുന്ന അബൂ ത്വാലിബ് മരണപ്പെട്ടു. അതുപോലെ തന്നെ തന്റെ പിതൃവ്യന്മാര്, തന്റെ കുടുംബത്തിലെ പല ആളുകളും മരണപ്പെട്ടു. പിന്നെ ഒരുപാട് പ്രയാസം. ഭ്രാന്തൻ എന്ന വാക്ക് കേട്ടു. നല്ലൊരു കാര്യം ചെയ്തതിന് ഭ്രാന്തനാണ്, സാഹിറാണ്, എന്തൊക്കെ കേട്ടു, നാട്ടുകാരെന്നൊക്കെ കേട്ടു. അതിനൊക്കെ ക്ഷമിച്ചു. ഖുർആൻ പറഞ്ഞു, ഫസ്ബിർ, ക്ഷമിക്കണം. കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ. ഇതാണ് നമ്മളോട് അല്ലാഹ് പറഞ്ഞത്. ഉലുൽ അസ്ം, നല്ല മനക്കരുത്തുള്ള പ്രവാചകന്മാർ. അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഖുർആനിൽ പറഞ്ഞ 25 പ്രവാചകന്മാരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇസ്മാഈല ഇദ്രീസ വദൽകിഫിൽ കുല്ലും മിനസ് സ്വാബിരീൻ. ഖുർആൻ പറയാം, ഇസ്മാഈൽ അലൈഹിസ്സലാം ദൽകിഫിൽ, കൂടുതലൊന്നും ചരിത്രം പറയപ്പെടാത്തൊരു പ്രവാചകനാണ്. അദ്ദേഹത്തെ പ്രത്യേകം എടുത്തു പറഞ്ഞു. എന്താ അല്ലാഹ് പറയാ? കുല്ലും മിനസ് സ്വാബിരീൻ, അവരൊക്കെ ക്ഷമിച്ചവരാണ്. അതുകൊണ്ട് ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ, പ്രവാചകന്മാരിൽ നിന്ന് ഉലുൽ അസ്മ്, ഇതൊന്നും നമ്മുടെ കുട്ടികൾക്ക് അറിയില്ല, അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം നമ്മൾ. ഉലുൽ അസ്മ് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കണമെന്ന്. ചില ആളുകൾ പറയുന്നത് ഖുർആനിൽ പറഞ്ഞ 5 പ്രവാചകന്മാർ, അവർ പറഞ്ഞു ശറഅ ലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹൻ വല്ലദീ ഔഹൈനാ ഇലൈക വമാ വസ്സാ ബിഹി ഇബ്രാഹീമ വഇബ്രാഹീമ വമൂസ വഈസ അൻ അഖീമുദ്ദീൻ വലാ തതഫറഖു ഫീ. ഈ 5 പ്രവാചകന്മാർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നൂഹ് അലൈഹിസ്സലാം, ഇബ്രാഹിം, മൂസ, ഈസ, ഈ 5 പ്രവാചകന്മാരാണ് ഉലുൽ അസ്മ് എന്നും പറഞ്ഞിട്ടുണ്ട്. ആരാണെങ്കിലും അത് പ്രവാചകന്മാർ ക്ഷമിച്ചതുപോലെ നമ്മളോടും ക്ഷമിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷമിച്ചു. ഏതൊരു പ്രശ്നത്തിലും ആദ്യം വേണ്ടത് ക്ഷമയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഒരു പെണ്ണ് തന്റെ കുട്ടി മരിച്ചതിന്റെ പേരിൽ അവിടെ നിന്ന് ആർത്തലച്ച് കരയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോൾ ആ പെണ്ണിനോട് പറഞ്ഞു, പെണ്ണെ ക്ഷമിക്ക്, ഇസ്ബിരി, ക്ഷമിക്ക്. അപ്പൊ പെണ്ണ് തിരിച്ചു പറഞ്ഞു, ഇത് നിങ്ങൾക്കായോ വെക്കണം. തിരിച്ചു പറയാനൊക്കെ എളുപ്പമാണ്, അവനാന് വരുമ്പോഴാണല്ലോ എപ്പോഴും പ്രശ്നം ഉണ്ടാകുക. ഇത് നിങ്ങളുടെ കാര്യമായി വെക്കണം എന്ന് നബിയോട് തിരിച്ചു പറഞ്ഞു. നബിയാണെന്ന് അറിയില്ല, ആരോ പറഞ്ഞു ആ പോയത് മുഹമ്മദാണ്, റസൂലാണ്. അത്രേ ഉള്ളൂ നബി, അത്രയ്ക്കേ ഉള്ളൂ അവരുടെ കാര്യങ്ങൾ. ആ പെണ്ണ് വേഗം വന്ന് നബിയോട് മാപ്പ് പറഞ്ഞു. നബിയെ, അങ്ങനെ എനിക്ക് മനസ്സിലായില്ല, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയതാ. അപ്പൊ നബി പഠിപ്പിച്ച ഒരു തത്വമുണ്ട്, ഇന്നമ സുബ്റു ഇൻദ സദമത്തിൽ ഊലാ. എന്തൊരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഉടനെ തന്നെ ആദ്യം ക്ഷമിക്കുക, ആദ്യം പതറല്ല, ആദ്യം ക്ഷമിക്കുക എന്നതാണ്. അതാണ് ഇന്നമ സുബ്റു ഇൻദ സദമത്തിൽ ഊലാ. അപ്പോ ആ ക്ഷമ കൊണ്ട് ഇൻഷാ അല്ലാഹ് സ്വർഗ്ഗത്തിലെത്തുമെന്നാണ് പഠിപ്പിക്കുന്നത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. الحمدلله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وآله وصحبه أجمعين أما بعد اتقوا الله عباد الله. 2-3 കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. ഒന്ന്, ക്ഷമന്നെ. ഇനിയിപ്പോ രാഷ്ട്രീയം അതുപോലെ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞാൽ ചിലർക്ക് ഓവർ ആവേശമായി. ഇനിയിപ്പോ എക്സിറ്റ് പോളും അതുപോലെയുള്ള വെറുതെ അനാവശ്യ ചർച്ചകളും ഒക്കെ ഉണ്ടാവും. എപ്പോഴൊക്കെ ഉണ്ടാവുള്ളൂ. കുടുംബവും ബന്ധങ്ങളും ഒക്കെ എപ്പോഴും ഉണ്ടാകും. അത് നിലനിൽക്കണം. റിസൾട്ട് വെച്ചിട്ടുണ്ടൊരു ദിവസം, അതുവരെ നമ്മൾ കാത്തിരിക്കുക, ക്ഷമിക്കുക. എന്തെങ്കിലും ഇതിലൊക്കെ ഇടപെടുമ്പോ അതിന് കൊഴിഞ്ഞു മാറിയിട്ട് നമ്മൾ നമ്മുടെ ദീനിനെ സംരക്ഷിക്കുക, നമ്മുടെ മനസ്സിനെ, സ്വഭാവത്തെ സംരക്ഷിക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം വെക്കേഷനാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ അവരൊക്കെ സ്ക്രീൻ ടൈമിലാണ്. നല്ലതാണ് കുറച്ച് ഉല്ലസിക്കാനും
അതുപോലെ തന്നെ ടൂർ പോകാനും പഠനയാത്ര നടത്താനും കുടുംബങ്ങളെ സന്ദർശിക്കാനും ഒക്കെ നല്ല അവസരമാണ്. അതോടൊപ്പം തന്നെ കുറച്ചൊക്കെ ദീൻ പഠിപ്പിക്കാൻ വല്ല അവസരങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. കരിങ്ങനാട് കോളേജിൽ ഉണ്ടായിരുന്നു, അവിടെയൊക്കെ ആള് ഫുള്ളായി, 19 കുട്ടികളായി. അതുകൊണ്ടാണ് ഇതിന്റെ നോട്ടീസും കൂടെ ഒന്ന് പറയാതിരുന്നത്. അങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും മതപരമായി. 5-6 ദിവസത്തെ ക്യാമ്പുകളൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളൊക്കെ കൊണ്ടുപോയി പഠിപ്പിക്കുക. കുറച്ചൊക്കെ അവർ ദീൻ പഠിക്കട്ടെ. അത് നമുക്ക് വെക്കേഷനിൽ കിട്ടുന്ന ഏറ്റവും വലിയ മുതൽക്കൂട്ടാവും. അല്ലാഹു റസൂൽ പറഞ്ഞിട്ടുണ്ട്, നിഅമത്താനി മഗ്ബൂനുൻ ഫീഹിമ, നഷ്ടക്കച്ചവടം നടത്തുന്നത്. നിഅമത്താനി, 2 അനുഗ്രഹമാണ് മനുഷ്യൻ എപ്പോഴും നഷ്ടത്തിലാകുന്നത് എന്നാണ്. അത് ഒന്ന് അസ്സിഹ, ആരോഗ്യമാണ്, വൽ ഫറാഗ്, ഒഴിവ് ടൈമാണ്. ഇപ്പൊ നമ്മുടെ കുട്ടികളുടെ സ്ക്രീൻ ടൈം കുറച്ചുകൊണ്ട്, അല്ലെങ്കിൽ കുട്ടികളൊക്കെ അങ്ങനെ ആവും, സ്ക്രീൻ ടൈം കുറച്ച് നമ്മുടെ കുട്ടികളെ കുറച്ചൊക്കെ ദീനി വിദ്യാഭ്യാസം നൽകുന്ന എല്ലാ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ തന്നെ അതിനൊന്ന് ഒരുങ്ങിയിട്ട് എന്തെങ്കിലും കുറച്ച് പഠിപ്പിക്കുന്നത് നല്ലതായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊരു കാര്യം, നമ്മൾ റമദാനായിട്ട് നിർത്തിവെച്ചിരുന്നു KNM കേന്ദ്ര പള്ളി നിർമ്മാണ ഫണ്ടിലേക്കുള്ള സംഭാവന സ്വീകരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ അത് ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും അതിലേക്ക് കഴിയുന്ന സംഭാവനകൾ നൽകുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم آت أنفسنا تقواها وزكيها أنت خير من زكاها أنت وليها ومولاها يا رب العالمين. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه ولا تجعله ملتبسا علينا فنضل وجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف